+2 അക്കൗണ്ടൻസിലെ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്നുള്ള ചാപ്റ്ററിലെ മറ്റൊരു പ്രോബ്ലമാണ്. പ്രോബ്ലം എങ്ങനെയാണ്? ദ ഫോളോവിങ് വാസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി ആസ് അറ്റ് 31st December 2009. ഒരു ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 20,000 ഉണ്ട്. എസ് ലോണ് 8,000, ജനറൽ റിസർവ് 12,000, ക്യാപിറ്റൽ ബാലൻസ് എയുടെ 30,000, ബിയുടെ 25,000, ടോട്ടൽ 55,000 ഇവിടെ കാണാം. അതുപോലെ അസറ്റ് സൈഡിൽ പ്ലാന്റ് 40,000 ഉണ്ട്, പാറ്റൻറ്റ് 6,000, സ്റ്റോക്ക് 25,000, ഡെപ്റ്റേഴ്സ് 19,000 ഉണ്ട്, അതിന് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 1,000 കുറച്ച് ബാക്കി 18,000, ക്യാഷ് 6,000 ഉണ്ട്. ഓക്കെ, ബാലൻസ് ഷീറ്റ് ടോട്ടൽ രണ്ട് സൈഡിലും 95,000. ഓക്കെ, ഇനി അടുത്ത ഇൻഫർമേഷൻസ് ഒക്കെ. എ ആൻഡ് ബി ഷെയർഡ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:2. ഒരു രണ്ടുപേരും എയും ബിയും 3:2 എന്നുള്ള റേഷ്യോയിലാണ് അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഇനി ഇവർ ഫസ്റ്റ് January 2010 ഈ ഫേം ഡിസോൾവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബി ടുക്ക് ഓവർ ദ പാറ്റൻറ്റ് അറ്റ് വാല്യൂഷൻ ഓഫ് 5,000. ബി എന്ത് ചെയ്യുന്നു? പാറ്റൻറ്റ്, ഇവിടെയുള്ള ഈ പാറ്റൻറ്റ് ഉണ്ടല്ലോ 6,000 പാറ്റൻറ്റ് ബി എടുക്കുകയാണ്. ബി എത്ര രൂപയ്ക്ക് എടുക്കുന്നത്? 5,000 രൂപയ്ക്കാണ് എടുക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാറ്റൻറ്റ് ഒഴികെ ബാക്കി അസറ്റൊക്കെ റിയലൈസ് ചെയ്യുന്നത് താഴെ കാണുന്ന പോലെയാണ്. അതായത് ഗുഡ് വില്ല് 12,000-നാണ്, സ്റ്റോക്ക് 22,500-നാണ്, പ്ലാന്റ് 33,000-നാണ്, ഡെപ്റ്റേഴ്സ് 18,000-നാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത റൈറ്റാണ് എന്ന് പറഞ്ഞാൽ അൺറെക്കോർഡഡ് അസറ്റാണ്. അതുപോലെ ബാക്കി ദ ക്രെഡിറ്റേഴ്സ് വെർ പെയ്ഡ് ഓഫ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ദ എക്സ്പെൻസ് ഓഫ് റിയലൈസേഷൻ കെയിം ടു ₹3,500. നമ്മളിവിടെ പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് ടു ക്ലോസ് ദ ബുക്ക് ഓഫ് ദ ഫേം ആണ്. നമ്മൾ എന്തുണ്ടാക്കണം? റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം, അതുപോലെ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കണം. ഓക്കെ, അപ്പം ആദ്യം റിയലൈസേഷൻ അക്കൗണ്ട് നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എല്ലാ അസറ്റുകളും എഴുതണം. ഏതൊഴികെ? ക്യാഷ് ഒഴികെ. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഏതെല്ലാം അസറ്റ് ഇവിടെ ഉണ്ട്. കൊണ്ട് പ്ലാന്റ് ഉണ്ട്, കോരുന്നിടത്ത് എഴുതാം. പ്ലാന്റ് എത്രയാണ്? പ്ലാന്റ് 40,000 അല്ലേ? പ്ലാന്റ് 40,000. അടുത്ത പാറ്റൻറ്റ് 6,000. പാറ്റൻറ്റ് 6,000. പിന്നെ സ്റ്റോക്ക് 25,000. സ്റ്റോക്ക് 25,000. പിന്നെ ഡെപ്റ്റേഴ്സ് 19,000. ഡെപ്റ്റേഴ്സ് 19,000. ഓക്കെ, പിന്നെ ക്യാഷ് ഉണ്ട്. ക്യാഷ് ചെയ്തിട്ടപ്പോൾ നമ്മൾ പ്ലാന്റ് എടുത്തു, പാറ്റൻറ്റ് എടുത്തു, സ്റ്റോക്ക് എടുത്തു, ഡെപ്റ്റേഴ്സ് എടുത്തു. ക്യാഷ് നമ്മൾ എന്താ പറയുക, റിയലൈസേഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാറില്ല, അതവിടെ എടുക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലയബിലിറ്റിയിലെ ക്രെഡിറ്റേഴ്സ് ഒക്കെ എടുക്കാം. ലയബിലിറ്റീസ് ഫസ്റ്റ് ക്രെഡിറ്റർ, ഇതിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ക്രെഡിറ്റർ എമൗണ്ട് 20,000. പിന്നെ എസ് ലോൺ ആണല്ലോ കാണുള്ളത് അല്ലേ? എസ് ലോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റേണൽ ലയബിലിറ്റി അല്ല. അപ്പോൾ എസ് ലോൺ ഒരു എക്സ്റ്റേണൽ ലയബിലിറ്റി അല്ലാത്തതുകൊണ്ട് അത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പിന്നെ ജനറൽ റിസർവ് അടുത്ത ഐറ്റം, അതും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതല്ല. അതെന്ത് ചെയ്യണം? നമ്മുടെ റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് വിധിച്ചു കൊടുക്കാറാണ്. അപ്പോൾ അതും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് അസറ്റും ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി എന്ത് വേണം? ഇതെല്ലാം റിയലൈസ് ചെയ്യണം. ഇവിടെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അസറ്റിൻ്റെ കയ്യിൽ നോക്കാം. പ്ലാന്റ് ഉണ്ട്. ഇവിടെ ബി ടുക്ക് ഓവർ ദ പാറ്റൻറ്റ് അറ്റ് വാല്യുവേഷൻ ഓഫ് ₹5,000. ബി ആണ് പാറ്റൻറ്റ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ബീസ് ക്യാപിറ്റൽ അല്ലേ? അസറ്റ് റിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ആണല്ലോ എഴുതുക. ഇവിടെ ക്രെഡിറ്റ് സൈഡ് അല്ലേ? അപ്പോൾ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര? ജസ്റ്റ് ബ്രാക്കറ്റിൽ കൊടുക്കാം, പാറ്റൻറ്റ് എന്ന് കൊടുക്കാം. എത്ര രൂപയ്ക്കാണ്? 5,000. ഓക്കെ, നമ്മൾ പാറ്റൻറ്റ് എന്ത് ചെയ്യുന്നു? റിലൈസ് ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ കൂടെ കൊടുത്തിട്ടുള്ള ഗുഡ് വിൽ ഉണ്ട്. ഗുഡ് വിൽ എന്താണ്? ഒരു അൺറെക്കോർഡഡ് അസറ്റാണ് അല്ലേ? ഇതിൽ ഇല്ലാത്ത ആയിട്ടാണ് ബാലൻസ് ഷീറ്റിൽ. നല്ലപോലെ ഒരുമിച്ച് ആഡ് ചെയ്ത് എഴുതാൻ മതി, സെപ്പറേറ്റ് എഴുതണ്ട. അപ്പോൾ ഗുഡ് വിൽ 12,000, സ്റ്റോക്ക് 22,500, ഇതെല്ലാം ക്യാഷിനാണോ റിലൈസ് ചെയ്യുന്നത്. അപ്പോൾ 12,000, 22,500, പ്ലാന്റ് 33,000, ഡെപ്റ്റേഴ്സ് 18,000. 12,000, 33,000, 22,500, 18,000 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 85,500 വരും. നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് പറഞ്ഞിട്ട് കൊടുക്കാം. ക്യാഷ് അസറ്റ്
അല്ലേ 85,500 എല്ലാം കൂടി വരിക. അതായത് ഏതൊക്കെ ആഡ് ചെയ്തിട്ടാണ് 85,500 വന്നത്? ഗുഡ് വില്ലിൻ്റെ ഒരു 12,000, പിന്നെ 22,500, പിന്നെ 33,000, പിന്നെ 18,000. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാ സെറ്റും കൊടുത്തു. ഓക്കെ, ഇനിയോ അടുത്തത് ലയബിലിറ്റീസ് അല്ലേ. ലയബിലിറ്റി എന്താ നമുക്കുള്ളത്? ക്രെഡിറ്റർ ഉണ്ട്. അതെങ്ങനെയാണ് ഇവിടെ പറഞ്ഞല്ലോ, ദ ക്രെഡിറ്റേഴ്സ് വെർ പെയ്ഡ് ഓഫ് അറ്റ് ഡിസ്കൗണ്ട് 5%. 5% ഡിസ്കൗണ്ടിലാണ്. നമുക്ക് ഇവിടെ 20,000 ക്രെഡിറ്റേഴ്സ് ഉള്ളത്. അതിൻ്റെ 5% പറയുമ്പോൾ എത്ര കുറയ്ക്കണം? അതെ, 1000 രൂപയാണ്. 20,000-ൻ്റെ 5% നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ക്രെഡിറ്റേഴ്സ് കൊടുക്കുക 19,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റും കൊടുത്തു. ഇപ്പോൾ ഇത്ര ഐറ്റംസാണ് റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്നത്. 40,000, 6,000, 25,000, 19,000, 19,000. ഇനി ഇവിടെ ഒരു റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട് 3,500. അതാരും പാർട്ട്നേഴ്സ് എന്നല്ല കൊടുക്കുന്നത്, ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് റിയലൈസേഷൻ എക്സ്പെൻസ്? ക്യാഷ്. ബ്രാക്കറ്റിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കാം. അത് 3,500. ഇത്ര ഐറ്റംസ് ഇവിടെ വന്നു. ഇനി ക്രെഡിറ്റ് സൈഡിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് വരാണ്ടോ? 20,000, 5,000, 85,000. പിന്നെ പ്രൊവിഷൻ എഴുതിയിട്ടില്ല. നമുക്കിവിടെ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ, അസറ്റിനുള്ള പ്രൊവിഷൻ. എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ഡോട്ട്ഫുൾ ഡെപ്റ്റ്. എത്ര? 1000. ഓക്കെ, ഇത്ര ഐറ്റംസ് എടുത്ത് കഴിഞ്ഞു. ഇനി വേറെ അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി ഒന്നും കാണില്ല. നമുക്കിത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ടോട്ടൽ എത്ര വരും? ടോട്ടൽ 20,000 പ്ലസ് 5,000 പ്ലസ് 85,500 പ്ലസ് 1000. ഒരു ലക്ഷത്തി, ഈ സൈഡ് ടോട്ടൽ വരുന്നത് 1,11,500 ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ വരിക. നമുക്ക് ഡെബിറ്റ് നോക്കാം. ഡെബിറ്റ് വരിക എത്രയാണ്? 40,000 പ്ലസ് 6,000 പ്ലസ് 25,000 പ്ലസ് 19,000 അഗെയിൻ 19,000 പ്ലസ് 3,500. ടോട്ടൽ എത്ര വരും? 1,12,500. 1,12,500 ഡെബിറ്റ് സൈഡ് ടോട്ടൽ വരിക. അപ്പോൾ ഏതാ കൂടുതൽ? അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് സൈഡിൽ എഴുതാം. 1,12,500, ഇവിടെ 1,12,500 എഴുതാം. ബാലൻസ് 1000 രൂപയാണ് വരിക. അപ്പോൾ ഇവിടെ ക്രെഡിറ്റിൽ ബാലൻസ് വന്നതിൻ്റെ അർത്ഥം എന്താ? അത് റിയലൈസേഷൻ ലോസ് ആണ്. അപ്പോൾ നമുക്ക് പാർട്ട്നേഴ്സിന് കൊടുക്കണം. എസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ. ഈ 1000 രൂപ ലോസ് എങ്ങനെ വിധിക്കണം? 3:2 അവർ റേഷ്യോ. ഓക്കെ, അപ്പോൾ ഈ 3:2 നമുക്ക് 600, 400 കിട്ടും. എക്ക് 600 രൂപയും ബിക്ക് 400 രൂപയാണ് റിയലൈസേഷൻ ലോസ് വരിക. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം. ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ അവർ ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ക്യാപിറ്റൽ എക്ക് 30,000, ബിക്ക് 25,000 അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാം ബാലൻസ് ഡ്രോ ഡൗൺ എത്രയാണ്? 30,000, 25,000. ഓക്കെ, ബാലൻസ് എഴുതി. ഇനി ഇവിടെ ഒരു ജനറൽ റിസർവ് ഉണ്ട്. ഇത് വിധിച്ചു കൊടുക്കാനുള്ളതല്ലേ 12,000. ഈ 12,000 രൂപ വിധിക്കുമ്പോൾ 3:2 വിധിക്കുമ്പോൾ എന്ത് വരിക? 12,000. ഇവിടെ ഞാൻ എഴുതുന്നുണ്ട് ജനറൽ റിസർവ്. എക്ക് എത്ര കിട്ടുക? എക്ക് കിട്ടുന്നത് 30,000-ൻ്റെ 12,000-ൻ്റെ എത്രയാണ്? 3/5 എത്ര വരും? 7,200 വരും അല്ലേ. 7,200. മറ്റാൾക്ക് അതിൻ്റെ ബാക്കി 4,800. അപ്പോൾ ഈ 12,000 നമ്മൾ എന്ത് ചെയ്തു? 7,200-ഉം 4,800 വിധിച്ചു. അങ്ങനെ മനസ്സിലായല്ലോ. ഇത് 12,000 ഇവിടെ ഉണ്ട്. ഈ 7,200 കിട്ടിയിരിക്കുന്നത് 12,000 ഇൻറ്റു 3/5 കേട്ടോ. ഇത് 12,000 ഇൻറ്റു 2/5. അങ്ങനെയാണ് എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ റിസർവ് നമ്മൾ വിധിച്ചു കൊടുത്തു. ഇനി ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ഈ പാറ്റൻറ്റ് എടുക്കുന്നുള്ളതാണ്. ബി ആണല്ലോ ഈ പാറ്റൻറ്റ് എടുത്ത് കവർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ കാണിക്കണം ബീസ് ക്യാപിറ്റൽ. റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് നമ്മൾ ബീസ് ക്യാപിറ്റൽ കാണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം ക്യാപിറ്റൽ അക്കൗണ്ടിൽ
ഡെബിറ്റിൽ എന്താണ് ചെയ്യണം, റിയലൈസേഷൻ കാണിക്കണം. അപ്പോൾ റിയലൈസേഷൻ ബിയിൽ എന്ത് ചെയ്യണം, എത്ര വേണ്ട 5000. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്താ റിയലൈസേഷൻ ലോസ് ഉണ്ട്, അതുകൂടെ കൊടുക്കുക. റിയലൈസേഷൻ എക്ക് 600, ബിക്ക് 400. ഓക്കെ, 600, 400. ഇനി വേറെ എന്തെങ്കിലും ഐറ്റംസ് ഇല്ല. നമുക്ക് ബാലൻസ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. രണ്ട് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ക്രെഡിറ്റിൽ എത്ര വരും? 30,000 പ്ലസ് 7200, ടോട്ടൽ 37,200 വരിക. 37,200 വരും. ഇവിടെ 37,200 എഴുതുക. അപ്പോൾ ബാലൻസ് എത്ര വരും? 37,200 600 കുറച്ച് കഴിഞ്ഞാൽ 36,600 വരും. 36,600 എയുടെ ബാലൻസ് വരിക. അത് നമ്മൾ ബാലൻസ് ആക്കി നിർത്തലേ വേണ്ടത്, ക്യാഷായിട്ട് കൊടുക്കുകയാണ്. ഫുൾ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ക്യാഷാണ് 36,600 എക്ക്. ഇനി അതുപോലെ ബിയുടെ നോക്കാം. ബിയുടെ ഇവിടെ 25,000 പ്ലസ് 4,800, ടോട്ടൽ എത്ര വരുന്നത്? 4,800 അല്ല, സോറി 4,800 അല്ലേ. 25,000 പ്ലസ് 4,800, ടോട്ടൽ 29,800 വരും. 29,800. ഓക്കെ, അപ്പോൾ 29,800 ബാലൻസ്. ഇവിടെ 5,400 ഉണ്ട്. അപ്പോൾ മൈനസ് 5,400 വരുമ്പോൾ എന്ത് വരും? 24,400 ബാലൻസ് വരിക. 24,400. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്ക് ക്യാഷായിട്ട് 36,600, ബിക്ക് ക്യാഷായിട്ട് 24,400 കൊടുത്തു. അതൊന്ന് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അതും ക്യാപിറ്റൽ അക്കൗണ്ടും കഴിഞ്ഞു. ഇനി ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഞാൻ കഴിഞ്ഞ ക്ലാസ്സും പറഞ്ഞായിരുന്നു, ഇവിടെ എവിടെയൊക്കെയുണ്ടോ ക്യാഷ് എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ടിലും ഏത് സൈഡിൽ ക്യാഷ് ഉണ്ടോ അത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ടിലേക്ക് എഴുതിയാൽ മതി. അക്കൗണ്ടിൻ്റെ പേര് കൊടുത്തത്. അതായത് റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ ഇതേ എമൗണ്ട് റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലെ ഡെബിറ്റിൽ 2 ക്യാഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. റിയലൈസേഷൻ എത്രയാണ്? 19,000. പിന്നെ ഇവിടെ എഗെയിൻ റിയലൈസേഷൻ 3,500. ഈ രണ്ടെണ്ണം കണ്ട് ക്യാഷ് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ 2 ക്യാഷ് ഉണ്ട്. ഇതെന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ കൊണ്ടിട്ട് റിയലൈസേഷൻ എഴുതിയാൽ മതി. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കുക. ഇവിടെ ക്യാഷ് കാണാം, കണ്ടില്ലേ? റിയലൈസേഷൻ്റെ ക്രെഡിറ്റിൽ ക്യാഷ് കാണാം. നമ്മൾ ഇതിൻ്റെ ക്യാഷിൽ റിയലൈസേഷൻ പറഞ്ഞിട്ട് ഡെബിറ്റിൽ എഴുതാം. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 85,500. 85,500. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ എവിടെയെങ്കിലും ക്യാഷ് ഉണ്ടോ? അപ്പോൾ ഇല്ല. റിയലൈസേഷൻ അക്കൗണ്ടിൽ വേറെ എവിടെയും ക്യാഷ് ഇല്ല. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിലത്തെ ക്യാഷൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇവിടെ ആ ഒറ്റ ക്യാഷ് കാണാനുള്ളൂ, ക്യാഷ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് ഇവിടെ അല്ലേ. എന്ത് ചെയ്യണം? ആസ് ക്യാപിറ്റൽ എത്രയാണ്? 36,600 കണ്ടോ? ഇതാ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ ക്യാഷ് 36,600 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ ആസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 36,600 കൊടുക്കുക. ഓക്കെ, അതുപോലെ ബീസ് ക്യാപിറ്റൽ എത്രയാണ്? 24,400. ഇതിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ക്യാഷ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. ഓക്കെ, ക്യാഷിൻ്റെ ഓപ്പണിംഗ് എത്ര? 6,000 അല്ലേ. അത് ആദ്യം എഴുതുക. ഓപ്പണിംഗ് എവിടെ എഴുതുക? ഓപ്പണിങ്ങിൽ നമുക്ക് 6,000. ഇവിടെ ബാലൻസ് പ്രോഡം 6,000 എഴുതി. ഓക്കെ, യെസ്. എന്തെല്ലാം ഐറ്റംസ് വന്നു ഇവിടെ? അപ്പോൾ നമ്മൾ ഇവിടെ ഏസ് ലോൺ കാണുന്നുണ്ടല്ലോ. ഏസ് ലോൺ 8,000 അല്ലേ. ഓക്കെ, നമ്മളിത് ഈ ഏസ് ലോൺ എവിടെ എടുത്തില്ല? റിയലൈസേഷൻ അക്കൗണ്ടിലൊന്നും ക്യാപിറ്റൽ അക്കൗണ്ടിലൊന്നും എടുത്തിട്ടില്ല. ഇത് നമ്മൾ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലൂടെയും ട്രാൻസ്ഫർ ചെയ്യുക, ക്യാഷ് ആയിട്ട് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യും? അത് ആക്ച്വലി ഇവിടെ അത് ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഏസ് ലോൺ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല.
അതുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ക്യാഷിൻ്റെ എൻട്രി വരും. അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കണം. ആസ് ലോൺ അക്കൗണ്ട് എത്രയാണത് 8,000. ഓക്കെ, അപ്പോൾ ഇത്രയും ഇതെവിടെ കേട്ടോ, ഏസ് ലോൺ അക്കൗണ്ട് 8,000 പറഞ്ഞിട്ട് ഇവിടെയാണ് കാണിക്കേണ്ടത്. നമുക്ക് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 91,500 വരും. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ എന്ത് വരും, 91,500 വരും. ഇതാണ് ക്യാഷ് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് സൈഡും ഈക്വലാവും, ഡെബിറ്റും ക്രെഡിറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ആൻസർ. ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.